ഗൈസ് നമ്മളെന്തായാലും മലേഷ്യയിൽ നിന്ന് മലമ്പുഴയ്ക്ക് വന്നിട്ട് മലമ്പുഴയെക്കുറിച്ചുള്ള വ്ളോഗൊന്നും എടുത്തില്ല എന്ന് കുറേ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മലമ്പുഴയിലെ റിസർവോയർ സൈഡിലെ ചില മനോഹരമായ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതായത് മലമ്പുഴയിലെ റിസർവോയർ സൈഡ് എന്ന് പറയുമ്പോൾ മലമ്പുഴയിൽ നിന്ന് നേരെ കവയിലോട്ടും അതുവഴി ആനക്കല്ല് വലിയകാട് തെക്കേ മലമ്പുഴ വഴി തിരിച്ച് മലമ്പുഴയിലോട്ട് തന്നെ എത്തുമ്പോഴേക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അതിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള മുത്തോളം ഭാഗത്താണ്. മലമ്പുഴ ഡാമിൽ വലയിട്ട് മീൻ പിടിക്കാൻ ലൈസൻസ് ഉള്ള ആളുകൾ നമ്മുടെ പരിസരത്ത് തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വലയിടുന്നതും മീൻ പിടിക്കുന്നതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. ആ പോയ പോക്കിൽ ഡാമിലെ കാഴ്ചകൾ എന്തൊക്കെ കാണാൻ പറ്റിയെന്നുള്ളത് കാണാനായിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആ ടവർ കാണുന്നതാണ് മലമ്പുഴ. നമ്മൾ നേരെ ഡാമിൻ്റെ ഇപ്പുറത്ത് മുത്തോളം ഭാഗത്താണ് നിൽക്കുന്നത്. ചെറിയ വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മൾ മലമ്പുഴ ഡാമിൽ വലയിട്ടിട്ട് മീൻ പിടിക്കുന്ന ഒരു പരിപാടി. എൻ്റെ ബാക്കിൽ ഡാമാണ്. അപ്പോൾ നമ്മുടെ ഒരു പരിചയക്കാരൻ, നമ്മുടെ ഒരു ചേട്ടൻ ഡാമിൽ ഇറങ്ങിയിട്ടുണ്ട്, ട്യൂബ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ചേട്ടൻ ആ കാണുന്നതാണ് വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ നിന്ന് ഇങ്ങനെ ഈ വൈറ്റ് കളറിലുള്ള ബൗളൊക്കെ കാണുന്നത് അത് കവർ ചെയ്ത് ഇങ്ങോട്ട് വരും. കിട്ടും എന്തൊക്കെ മീൻ കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സിലോപ്പി കിട്ടും, വളത്ത് കിട്ടും, പിന്നെ മൃഗാല കിട്ടും. ഇതിവിടെ നിന്ന് എടുത്തിട്ട് നേരെ എവിടേക്ക് പോവുക? ഇതിവിടെ എടുത്തിട്ട് നേരെ ഷാളിൽ പോകും, സ്റ്റോളിൽ പോകും. മലമ്പുഴയിൽ ഈ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ നമുക്ക് ലൈസൻസ് ഉണ്ട്, ജോൺസൺ ചേട്ടന്. അപ്പോൾ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് മലമ്പുഴ ഡാമിൽ ഇറങ്ങിയിട്ട് വലയിട്ട് മീൻ പിടിക്കാൻ പറ്റൂ. അപ്പോൾ ലൈസൻസ് ഉള്ള ഒരാളാണ് ഇപ്പം വലയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് നേരെ മലമ്പുഴയിലോട്ട് കൊണ്ടുപോകണം. അവിടെയാണ് ഇതൊക്കെ കൊടുക്കുന്ന സ്റ്റാളുള്ളത്. അപ്പോൾ വലയൊക്കെ എടുത്തിട്ട് മൂപ്പര് ഏകദേശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ട്രാക്ടറിൻ്റെ ട്യൂബിലാണ് അവർ നീന്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇട്ട വല ഇന്ന് രാവിലെ വന്നിട്ട് എടുത്തിട്ട് അതിൽ മീനുകളൊക്കെ ആയിട്ട് മൂപ്പര് കരയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മീന് കിട്ടുമല്ലോ എന്ന് നമുക്ക് ഉറപ്പായിട്ടില്ല അല്ലേ? മലമ്പുഴയുടെ റിസർവോയർ സൈഡ് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ എത്തിപ്പെടുന്നത് തെക്കേ മലമ്പുഴ ഭാഗത്തോട്ടായിരിക്കും, അല്ലെങ്കിൽ കവയിലോട്ട്. ഈ രണ്ട് സ്ഥലങ്ങൾ മാത്രമല്ലാതെ ഇതുപോലുള്ള കിടിലൻ സ്പോട്ടുകൾ ഈ ഡാമിന് ചുറ്റുമുണ്ട്. മലമ്പുഴ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണെങ്കിലും മലമ്പുഴയിൽ തന്നെ ഹിഡൻ ജെം അല്ലെങ്കിൽ ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇനിയുമുണ്ട്. ഡാം മുഴുവൻ ഇങ്ങനെ കൈകൊണ്ട് തുഴഞ്ഞു വരണമെങ്കിൽ ഒരു മനുഷ്യൻ എത്ര ആരോഗ്യം വേണം കളിട്ടാ? എത്ര തുഴഞ്ഞാലും അല്ലേ? കൂടെ കറങ്ങുണ്ടായിരുന്നു. മീന് കുറവാ? കാണാൻ പറ്റുമോ? രണ്ടുപേർ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെന്തോ കൊടുത്തിട്ട് പറഞ്ഞു. ഫ്രഷ് മീന്, പക്ഷെ എണ്ണം കുറവാണെന്നേ ഉള്ളൂ അല്ലേ? 2-3 ഉള്ളൂ. സിലോപ്പി. നമുക്കപ്പോൾ വേറെ കുറച്ച് പ്ലാനുകളും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കിട്ടുന്ന മീൻ സ്റ്റോളിലോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതും അവിടെ നിന്ന് മീൻ മേടിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ അപ്പുറത്ത് തന്നെ സ്റ്റോൾ ഇട്ടിട്ട് മീൻ ഇറക്കി കൊടുക്കുന്നതൊക്കെ. പക്ഷെ നമ്മുടെ കണ്ടന്റിന് ആവശ്യമുള്ളത്ര മീൻ കിട്ടാത്തതുകൊണ്ട് അതൊക്കെ നമ്മൾ പാർഷ്യലി ക്യാൻസൽ ചെയ്തിരിക്കും. അതെന്താ ഒരു പാർഷ്യലി ക്യാൻസൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് ആ വഴി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ നേരാക്കുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ടൗണിലൊക്കെ കറങ്ങി വൈകിട്ട് തിരിച്ചു പോകുമ്പോൾ മലമ്പുഴയിൽ മീൻ നേരാക്കുന്നത് ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ട് ഒന്ന് ഒലോക്കോട് വരെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒലോക്കോടിന്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാതെ പോകാൻ തോന്നിയില്ല. ഒലോക്കോട് വരുന്ന മിക്ക ആളുകൾക്കും ഈ ഒരു കടയും അവിടുത്തെ നൊങ്ക് സോഡയും എന്തായാലും അറിയായിരിക്കും. ഇവിടുത്തെ നൊങ്ക് സോഡ അത്ര ഫേമസ് ആണ്. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഫാൻ തന്നെയാണ്. ചേട്ടാ നൊങ്കുണ്ടോ? സംഭവം ഈ പനയുടെ നൊങ്കുണ്ടല്ലോ, അതിന്റെ ആ പൾപ്പും ജ്യൂസും കൂടെ 10 രൂപയുടെ സോഡ കുപ്പിയിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അതിനെ നൊങ്ക് സോഡ എന്ന് പറയുന്നത്. പറയാൻ കാരണം ഇത് സോഡ കുടിക്കുന്ന പോലെ ഗ്യാസ് ഒന്നും ഉണ്ടാവും. മാത്രമല്ല പണ്ട് മുതലേ ഇതിന് 10 രൂപ തന്നെയാണ് വില. എന്താ ഒരു ഒച്ചാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അപ്പുറത്തൊരു ചേട്ടൻ ജെംസ് മുട്ടേനെ അച്ചാറാന്ന് പറഞ്ഞൊരു കൊച്ചിനെ പരിച്ചോണ്ടിരിക്കുക. അപ്പോൾ നിന്ന നിപ്പിൽ 2 നൊങ്ക് സോഡയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ വണ്ടി നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലമ്പുഴയിലെ ഒരു ബോംബ് നിർമ്മാണ കമ്പനിയിലോട്ടാണ്. അതൊരു ഉപമയാണ് കേട്ടോ. അല്ലെങ്കിൽ ബോംബ് മേടിക്കാൻ വേണ്ടി നാളെ മുതൽ ആളുകൾ മലമ്പുഴയിലോട്ട് വന്നാലോ. അപ്പോൾ ബോംബ് നിർമ്മാണ കമ്പനി എന്ന് പറയാൻ കാരണം നിങ്ങൾ ഞെട്ടിക്കൽ ബിരിയാണി കണ്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇവിടെ ബോംബ് പൊട്ടിക്കുന്ന പോലെ ആളുകളെ സോഡ പൊട്ടിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരാൾ മലമ്പുഴയിലുണ്ട്. അപ്പോൾ ബോംബ് സോഡ കിട്ടണമെങ്കിൽ നേരെ വിട്ടോളൂ കൈലാസേട്ടൻ്റെ കടയിലോട്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാൻഡ്മാർക്ക് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. ചില ആളുകൾ ചോദിക്കും എല്ലാ ദിവസവും എന്താ മലമ്പുഴ അമ്പലത്തിൽ കഥന പൊട്ടിക്കുന്നതിന്. സംഭവം ഇതാണെന്ന് അവർക്കറിയില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും കൈലാസേട്ടൻ്റെ സോഡകൾക്കും ജ്യൂസുകൾക്കും മലമ്പുഴയിൽ ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെയാണ്. അപ്പോൾ ഞെട്ടിക്കലും പൊട്ടിക്കലൊക്കെ നമുക്ക് നേരിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കട, ഇതാണ് കൈലാസേട്ടൻ. ഇത് സന്തോഷ് ഏട്ടൻ, മൂപ്പരുടെ അസിസ്റ്റന്റ്. പണ്ട് ഈ പോസ്റ്റിംഗ് എനിക്കായിരുന്നു. സോഡകളും ജ്യൂസുകളും മാത്രമല്ല, കൈലാസേട്ടൻ്റെ കടയിൽ വന്നിട്ട് ഇതുപോലെ ചോളവും മാങ്ങയും പൈനാപ്പിളൊക്കെ മേടിച്ച് അത്യാവശ്യം കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് മലമ്പുഴക്കാരുടെ സ്ഥിരം ഒരു പതിവ് പരിപാടി തന്നെയാണ്. നിങ്ങൾ കൈലാസേട്ടൻ്റെ ഫാൻസാണ്? ഇത് കുടിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വന്നു. അത് പറഞ്ഞ് ചിരിക്കരുത്, അപ്പോൾ നുണ പറയണ വിചാരിക്കില്ല ആൾക്കാർ. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് വന്ന കാര്യം മറന്നപ്പോഴായിരുന്നു അവിടെ ഒരാൾ കുറച്ച് മീനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. മീൻ നേരാക്കുന്നത് വീഡിയോ എടുക്കാനാണല്ലോ നമ്മൾ വന്നത്. വൈകുന്നേരം സമയമായതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ശിവേട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവേട്ട മീൻ നേരാക്കുന്ന വീഡിയോസ് കുറച്ച് എടുത്തോട്ടെ ചോദിച്ചാൽ മൂപ്പര് ഓക്കെ നീ എടുത്തോന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളത് മലമ്പുഴയിലെ ഫിഷറീസിന് കീഴിലുള്ള ഒരു ഫിഷ് സ്റ്റോളാണ്. മലമ്പുഴ ഡാമിൽ പിടിക്കുന്ന മീനുകളൊക്കെ നേരെ കൊണ്ടുവരുന്നത് ആ സ്റ്റോളിലോട്ടാണ്. അതായത് ഡാമീനിന്റെ വിൽപ്പന മെയിനായിട്ട് നടക്കുന്നത് അവിടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ രാവിലെ നേരത്തെ സ്റ്റോളിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഡാമീനൊക്കെ വന്ന് മേടിച്ചിട്ട് ഇവിടെ വന്ന് നേരാക്കിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അന്നത്തെ പരിപാടി അതോടുകൂടി അവസാനിച്ചു. മലമ്പുഴയുടെ ഭംഗിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. എത്ര കാണിച്ചാലും അത് അവസാനിക്കുകയില്ല. നാട്ടിൽ വന്നിട്ട് 1 മാസം മുഴുവനായിട്ട് നന്നായി കറങ്ങിയടിച്ചു. നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് 1-2 വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. പാലക്കാട് ഫെസ്റ്റും താമരപ്പാടമൊക്കെ അതിൽ പെടും. കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ മലമ്പുഴയുടെ റിസർവോയർ സൈഡിനെ കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. മുത്തോളം ഭാഗത്ത് നിന്ന് താഴോട്ട് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മൾ വീഡിയോൻ്റെ ആദ്യം കണ്ടത്. ഇനി വലിയകാടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും അത് നമ്മളെ കൊണ്ടുവന്നത് നേരെ ഡാമിലോട്ട് തന്നെയാണ്. പപ്പയുടെ ഓട്ടോ ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മലമ്പുഴയുടെ ഈ ഒരു ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. Sasarili mama papa rili mama papa nini mama papa nini sa 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 ni da pa ma ga re pa 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 mama pa pa ma pa da ni da pa ma ga re ga sa re pa 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 mama pa pa ma pa sa ni da pa ma ga re ga sa ni sa re ma ga re ma pa ni da pa ma pa ni sa re ma ga re sa ni da pa ma ga re pa pa mama pa ma pa da ni da pa ma ga re ga sa re ma pa mama pa ma pa sa ni da pa ma ga re ga sa ni sa re ma ga re ma pa ni
മഗരി സാ